ഹലോ ഗൈസ്, കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അനാമിക അധികാരം കയ്യിലെടുത്ത് നയനയെ കുറ്റപ്പെടുത്തുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമുള്ളതാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് ഞാൻ ഐ ബട്ടിൽ കൊടുത്തേക്കാം. അപ്പോൾ മുത്തശ്ശൻ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഈ വീട്ടിലില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷേ നയനമോൾ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകരുത്. നിങ്ങൾ ആരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ഈ വീടിനൊരു ചുക്കും സംഭവിക്കില്ല. പക്ഷേ നയനമോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ വീടിൻ്റെ സകല ഐശ്വര്യം നശിക്കും. ജാനകിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പെരുത്ത് കയറാട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അച്ഛൻ ഇത്രമാത്രം ഇവളിൽ എന്താ കാണുന്നത്? അച്ഛൻ്റെ മുന്നിൽ ഇവൾ വലിയ പരിശുദ്ധിയായിരിക്കും, പക്ഷെ ഞങ്ങളെ മുന്നിൽ അങ്ങനെയല്ല. ഇവളെ പലരോടും പല വിധത്തിലാണ് പെരുമാറുന്നത്. ഞാനൊരു പാവം ആയതുകൊണ്ട് ഇവൾ ആദ്യം വിശ്വസിച്ചു, സ്നേഹിച്ചു. അതിനുള്ള ശിക്ഷ അവളിപ്പോൾ എനിക്ക് തന്നു കഴിഞ്ഞു. അപ്പം മൂർത്തിമുത്തശ്ശ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. നിർത്ത്, നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ ജാനകി നീ നയനമോളെ കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ ജാനകി പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അച്ഛൻ ഇവൾ ഇത്രയും നേരം പുകഴ്ത്തിയല്ലോ, ഇനിയും പുകഴ്ത്തിയാലേ ഇവൾ ഈ അനന്തപുരി കയറി ഭരിക്കും. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇവളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഞാൻ അച്ഛനെ അറിയിച്ചേക്കാം. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ജാനകി ഇത് ഇവിടെ നിർത്തിക്കോ. വേണ്ടാത്ത ഓരോ കാര്യങ്ങളിലേക്കാ ഇതൊക്കെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ആരും ആരെയും പരസ്പരം കുറ്റപ്പെടുത്തണ്ട. എന്തിനീ വൈരാഗ്യം വിദ്വേഷമൊക്കെ? വസുന്ധരെ, എനിക്കറിയാം ജാനകിക്ക് ഇത്രയും വലിയ സത്യം എന്താണ് നയനമോളെ കുറിച്ച് പറയാനുള്ളതെന്ന്. പറ, എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ പറയച്ചാ. പിന്നെ പറയുന്നതിന് മുമ്പ് ഈ പറയുന്നത് സത്യമല്ലെങ്കിൽ ഞാൻ എന്ത് പറയുന്നു അത് നീ ചെയ്യേണ്ടി വരും. ശരിയച്ചാ, ഞാൻ പറയാൻ പോകുന്നതിൽ ഒരു മായവും കലർത്തിയിട്ടില്ല. അപ്പൊ അനാമികനെ മനസ്സിലാകരുതാട്ടോ. ഇവർക്കിത് എന്തിന്റെ കേടാ? ഒന്നാമതേ 100 കൂട്ടം പ്രശ്നങ്ങളാ, അതിൻ്റെ ഇടയിൽ കൂടി ഈ കിളവനേറ്റ് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നു. എന്നിട്ട് അനാമിക ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ വേണ്ടമ്മേ, എന്നെ ചൊല്ലി ഇവിടെ ഒരു വഴക്ക് വേണ്ട. എന്തിനാ ഞാൻ കാരണം വെറുതെ പ്രശ്നങ്ങൾ? അത് പറഞ്ഞാൽ പറ്റില്ല മോളെ. ഇത് മോളുടെ ഭാവിക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഇവളുടെ തനി സ്വരൂപം അച്ഛനും കൂടി ഒന്ന് അറിയട്ടെ. വേണ്ടാന്ന് വെച്ചിരുന്നതാ ഞാൻ, അതും നിന്നോട് പണ്ടുള്ള സ്നേഹം വെച്ചിട്ട്. പക്ഷെ ഇനി ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മകന്റെ മകളുടെ ജീവിതത്തിൽ അവൾ ഒരു കരടായി വരും. അച്ഛാ, ഈ നിൽക്കുന്ന ഇവളുടെ ചേച്ചിയും ഇവളും ഈ അനന്തപുരി വീട്ടിലേക്ക് കയറി വന്നു. അച്ഛൻ തന്നെ പറ, ഇനി ഇവളുടെ അനിയത്തെയും കൂടി ഇങ്ങോട്ട് കയറ്റണോ? ആ ആൺവേഷം കിട്ടി നടക്കുന്ന ഒരു കുടുംബത്തിന്റെ മഹത്വവും തറവാടിത്വം അറിയാത്ത അവൾക്ക് ഞാൻ എൻ്റെ മകനെ വിവാഹം കഴിച്ചു കൊടുക്കണോ? ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശൻ നയനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നയനയാണെങ്കിൽ തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ജാനകി നീ എന്തൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഈ പറയുന്നത്? അമ്മേ, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ നടന്നതും ഉള്ളതുമായ സംഭവങ്ങളാ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെന്ന് ഇവൾ ഉള്ളിൽ തട്ടി പറയട്ടെ. നയനെ, നിനക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? മുത്തശ്ശൻ നയനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര സങ്കടം നിറഞ്ഞ തലതാഴ്ത്തി ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന നയനെയാണ് മുത്തശ്ശൻ കാണുന്നത്. വീണു ജാനകി പറയുന്നുണ്ട്, ദേ നോക്കി, ഇവള് പറയില്ല, ഇവക്കത് പറയാൻ കഴിയില്ല, കാരണം അതാണ് സത്യം. ദേ ഈ നിൽക്കുന്നത് എന്റെ മരുമകള്. അച്ഛൻ അറിയാലോ, അനി ഇന്ന് വരെ ഒരു പെൺകുട്ടിയും സ്നേഹിച്ചിട്ടില്ല. ഇത്ര കാലമായിട്ടും നമ്മുടെ അനിയുടെ മനസ്സിൽ ഒരു പെൺകുട്ടി പോലും ഇടം നേടിയിട്ടില്ല. എന്തായാലും സമയം ഉണ്ടായിരുന്നല്ലോ. നിന്റെ അമ്മ കനക അനിയത്തിക്ക് പ്രാക്ടീസ് കൊടുത്ത് എന്റെ അനിയെ കൈക്കലാക്കി. അപ്പൊ മൂർത്തിമുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി നീ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടാ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിനക്കറിയോ? ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ നീ അറിഞ്ഞത്? അച്ഛാ, ദേ ഈ നിൽക്കുന്ന എന്റെ മരുമകൾ പറഞ്ഞിട്ട് തന്നെയാ ഞാനിത് അറിഞ്ഞത്. ആദ്യമൊക്കെ എന്റെ അനിക്ക് അനാമിക മോളോട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ അതൊരു സ്നേഹത്തിലേക്ക് എത്തുന്ന ഇവളുടെ അനിയത്തിയൊക്കെ കണ്ടപ്പോൾ ഇവളുടെ അനിയത്തി വേറെ പഴച്ചു പയറ്റി സൗഹൃദം ഒരു പ്രണയാക്കാൻ വേണ്ടി നോക്കി. മുത്തശ്ശനാണെങ്കിൽ കനത്ത സ്വരത്തിൽ നയനോട് ചോദിക്കുന്നുണ്ട്, നയനെ മോൾക്ക് ഇതിലൊന്നും പറയാനില്ലേ? അപ്പൊ നയന ഭയങ്കര സങ്കടപ്പെട്ടിട്ട്, ഇല്ല മുത്തശ്ശ, എനിക്കൊന്നും പറയാനില്ല. ശരി ജാനകി, ഈ പറഞ്ഞതിന് എന്ത് തെളിവാണ് നിന്റെ അടുത്തുള്ളത്? തെളിവുണ്ട്. അനിക്ക് ഇവളുടെ അനിയത്തി നായികയ്ക്ക് 40 വിട്ടും വിളിക്കുന്നതിന്റെ തെളിവ്. അത് പോരാത്തതിന് അച്ഛൻ ഓർമ്മയുണ്ടോ ഇവിടെ നടന്നൊരു പൂജയെ കുറിച്ച്? അന്ന് അനാമിക മോളുടെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ അനാമിക മോളോടല്ല അടുപ്പം കാണിച്ചത്, ആ നന്ദുവിനോടാ. അപ്പൊ മുത്തശ്ശൻ ആ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പൊ മുത്തശ്ശന്റെ മനസ്സിലേക്ക് നന്ദുവും അനിയും ഒക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. നയനയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് കണ്ടിട്ട് മുത്തശ്ശൻ ആകെ നിരാശനായി ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ വീണ്ടും ജാനകി ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പാവം കുട്ടിയെ കണ്ണീരിൽ അഴുത്തിയിട്ട് വേണോ അവൻ അങ്ങനെ ഒരു ജീവിതം? ഈ കുട്ടിയെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവൻ ആദ്യം അത് പറയായിരുന്നില്ലേ? ദേ അച്ഛ, 2-3 ദിവസം മുമ്പേ ആ നന്ദു ഇവിടെ നിൽക്കാൻ വന്നിരുന്നില്ലേ? അവളെ ഞാൻ തന്നെ പറഞ്ഞു വിട്ടത്. എനിക്കറിയാം അവൾ ഇനിയും ഇവിടെ നിന്ന് അനിയുമായിട്ട് കൂടുതൽ അടുക്കും. അതുകൊണ്ട് അവൾ കല്യാണത്തിന് വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത്. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ ദിവസമായിട്ട് നന്ദുവിനെ കുറിച്ച് ഓരോന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നു. നന്ദു ഞാനും തമ്മിൽ മറ്റൊന്നുമില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. അത് നേരത്തെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞതാ. മുത്തശ്ശ, എന്റെയും നന്ദുവിന്റെയും ഫ്രണ്ട്ഷിപ്പിനെ മോശം കണ്ണോട് കാണുന്നത് ദേ ഈ നിൽക്കുന്ന അനാമിക തന്നെയാ.
എടോ, തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാനും നന്ദുവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന്. ഇനി എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് വേണ്ടി അത് മാറ്റി വെക്കാനും ഈ നിമിഷം ഞാൻ തയ്യാറായിരുന്നു. എടോ, തന്നെ ഞാൻ ഒരിക്കൽ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിന്നെ ആദ്യം കണ്ട മുതൽ നീ എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു. അത് പോരാത്തത്തിന് ഇവിടേക്ക് ഇടിച്ചു കയറി വന്ന് കല്യാണം ആലോചിക്കലും നിങ്ങൾ എന്നെ അങ്ങ് നിശ്ചയിക്കലും കഴിഞ്ഞു. അസുഖം ഉണ്ടായിരുന്ന എൻ്റെ മുത്തശ്ശന് വേണ്ടിയാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇനിയെങ്കിലും മുത്തശ്ശൻ അത് അറിയണം. എനിക്ക് കല്യാണത്തിനുള്ള പക്വത എത്തിയിട്ടില്ലെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാ ഈ അനാമികയെ ഞാൻ കല്യാണം കഴിക്കാൻ വിസമ്മതിച്ചത്. പക്ഷേ ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ ആ പാവം നന്ദുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, മതിയടാ നിർത്ത്, എവിടെ വരെ നീ പോകൂ അമ്മേ. ഇത്തരത്തിൽ മോശം രീതിയിൽ നന്ദുവിനെ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാകും. ആണോടാ, നീ അവളുടെ കൂടെ ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് ജാനകി പോയിട്ട് അനിയുടെ കവളത്ത് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് മുത്തശ്ശൻ അവിടുന്ന് പോകുകയാണ്. അപ്പൊ ഇതിനുശേഷമുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പൊ ആ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.